ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമല്ലോ. 3-4 നേന്ത്രപ്പഴം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇവിടെ വീട്ടിൽ മൈദ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന പഴംപൊരി ആയതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ പഴംപൊരിയാണ് കേട്ടോ. നിങ്ങൾ കടകളിലൊക്കെ കാണുന്ന പഴംപൊരിയായിട്ട് ഇതിനൊരു ബന്ധമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടേസ്റ്റിൽ ഏകദേശം ഒരുപോലൊക്കെ തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ മൈദയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ആഡ് ചെയ്തു. ഇനി വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. ചിലവരൊക്കെ എള്ളൊക്കെ ഇടുന്നത് കാണാം. അപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ എള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ചെയ്യാം. നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ. അപ്പോൾ ഞാൻ കുറച്ച് ചായയും കൂടെ ഉണ്ടാക്കണം. കാരണം പഴംപൊരിക്ക് ചായ ഇല്ലാതെ എന്താ ടേസ്റ്റ് ഉള്ളത്? അപ്പോൾ അതും കൂടെ ഉണ്ടാക്കണം. ഇപ്പോൾ ഞാനിതാ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നേന്ത്രപ്പഴം ഞാൻ പകുതി ആക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ ചെറിയ ചെറിയ സ്ലൈസ് ആക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ കുഞ്ഞു കുഞ്ഞ് പഴംപൊരികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാവിൽ മുക്കി വെക്കട്ടെ. അങ്ങനെ നമ്മളിതാ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അത് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഇങ്ങനെ പകുതി ആയിട്ടുണ്ട്. ഇനി കുറച്ചിങ്ങനെ ഒരു ബ്രൗൺ കളറാണ്, എന്നാലേ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും എനിക്ക് ഒരു തവണെങ്കിലും പനി പിടിക്കാറുള്ളതാണ്. ഇപ്രാവശ്യം പനിയില്ല, പക്ഷേ എൻ്റെ സൗണ്ട് ഇങ്ങനെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും അത് പോട്ടെ. അപ്പോൾ ഇനി നമ്മളിതാ പഴംപൊരി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ ചോട്ടാ പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരമായിട്ടോ ഞാൻ അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ടുണ്ടാവും. ഞാൻ ഷോർട്ടാക്കിയിട്ട് ഇട്ടുകൊണ്ട് കുറേ ടൈമായി. പിന്നെ ഇനി ഞാൻ ഉണ്ടാക്കി കാണിച്ചിടാം. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ പഴംപൊരി റെഡി. കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കിയോണ്ടോ തോന്നും ഒരുപാടുള്ള പോലെ തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ വീട്ടിലിപ്പോൾ ആൾക്കാരുള്ളതുകൊണ്ട് പ്രശ്നമില്ല, എല്ലാവർക്കും കൂടെ കഴിക്കാമല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഇടൂ. എങ്ങനെയുണ്ട് ഗായ്സ്, പറയൂ. എന്താ പറയുക, ഞാൻ പഴംപൊരി കഴിക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ചേട്ടന് കൊടുക്കാം. എൻ്റെ പഴംപൊരിയെക്കുറിച്ച് 2 അഭിപ്രായം പറയൂ. അപ്പോൾ ബൈ.